62ാമത് കലോത്സവം ഒരു പഠന വിഷയമാക്കേണ്ടതാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അമൃത വാർത്തകൾക്കൊപ്പം കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കവെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇന്ന് അമൃത വാർത്തകൾക്കൊപ്പം ചേരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറാണ്. സാറിനോട് കലോത്സവ വിശേഷങ്ങൾ ചോദിക്കാം. സർ, നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് കലോത്സവം എത്തുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സമയം കൊണ്ട് കൊല്ലത്തൊരു സ്വീകാര്യത എങ്ങനെയുണ്ട്? വളരെ നേരത്തെ പറഞ്ഞ പോലെ 15 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചത് മുതൽ കൊല്ലം ജില്ലയിലെ MLA-മാരും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമൊക്കെ തന്നെ ഈ കലോത്സവത്തെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. 62ാമത് മേള കൊല്ലത്ത് അതിഗംഭീരമായി നടത്തി തീർക്കുമെന്നുള്ള വാശിയിലാണ് അവരെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു വരികയാണ്. എന്ത് പറഞ്ഞാലും 62ാമത് ഈ കലാമേള എന്ന് പറഞ്ഞാൽ ഒരു പഠന വിഷയമാക്കേണ്ട മേള തന്നെയാണ്. ഒരു 6 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയപ്പോൾ ഒരു 300 പേർ പങ്കെടുത്ത മേള ഇന്ന് 14,000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയാണ്. അത് 24 വേദി, ഇത്രയും ജഡ്ജസ്, രക്ഷകർത്താക്കൾ, അവരുടെ ഭക്ഷണം, താമസം, ഇതെല്ലാം ഒരു കുറ്റമറ്റതായി നടത്തണമല്ലോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങ് 10,000-ലധികം വരുന്ന ആൾക്കാർ പങ്കെടുത്തിരുന്നു. ഒരു അപശബ്ദമില്ലാതെ നടത്തി തീർന്നു. ഈ നിമിഷം വരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സമയത്ത് തന്നെ ഓടിപ്പോവുകയാണ്. സാധാരണ കൃത്യസമയത്ത് തീരില്ല. കഴിഞ്ഞ വർഷമാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ഇല്ലായിരുന്നു അപ്പീലിന്. ഇപ്രാവശ്യം കുറച്ച് അപ്പീൽ അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഫലമായി കുറച്ച് താമസം നേരിടുന്നുണ്ട്. എന്തായാലും കുറ്റമറ്റതായുള്ളൊരു കലോത്സവമായി തന്നെ മാറും. രാവിലെ മുതൽ കലോത്സവത്തിൻ്റെ കൂടെ തന്നെ മിനിസ്റ്ററുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് പഴയടത്തിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ കാരണം കുട്ടികളോടൊപ്പം തന്നെ മിനിസ്റ്ററും ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് അത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു വിശിഷ്ട വിഭവം എന്തായിരുന്നു? മിനിസ്റ്ററിന് അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? നമ്മുടെ ഓണത്തിന് ഞങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഒരു വെജിറ്റേറിയൻ ഫുഡായിരുന്നു. ഏറ്റവും നല്ല പായസമായിരുന്നു. ഞാൻ പായസം കുറച്ച് കുടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്കിതിനപ്പുറം ഒരു വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ പ്രയാസമാണ്. ഞാൻ ഒരുപാട് കുട്ടികളോട് ഒക്കെ ചോദിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന്. എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല ഭക്ഷണമായിരുന്നു കൊടുത്തത്. മറ്റൊരു ചോദ്യം, നമുക്ക് ഇന്നിപ്പോൾ ചാക്യാർ കൂത്തുണ്ടായിരുന്നു. ഈ ചാക്യാർ കൂത്തിൽ നവകേരള സദസ്സും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ ഒരു വിഷയമായി അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ പ്രതിഭകൾ തന്നെ ആ ഒരു വിഷയമൊക്കെ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതിനെ പറ്റി എന്താണ് മിനിസ്റ്റർക്ക് പറയാനുള്ളത്? അതൊക്കെ ഒരു സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ എന്ന നിലയിൽ അവരെല്ലാം സ്വാധീനിച്ചിരിക്കുന്നു. ആ സ്വാധീനമാണ് ഒരു കലയിലൂടെ അവർ പ്രകടിപ്പിച്ചത്. അതിനെ അനുകൂലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നവകേരളം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കേരളമല്ലല്ലോ. കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും കേരളമാണല്ലോ നവകേരളം എന്ന് പറയുന്നത്. അപ്പം അത് എല്ലാ മനുഷ്യരെയും കലയിലൂടെയും സംസ്കാരത്തിലൂടെയൊക്കെ സ്വാധീനിക്കപ്പെടും. വിദ്യാർത്ഥിയെ സ്വാധീനിക്കപ്പെടും. അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ചാക്യാർ കൂത്തിലൂടെ ഒരു അപഹാസ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് തെറ്റായ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും ചാക്യാർ കൂത്തൊക്കെ എത്രയോ വർഷക്കാലമായി ഉള്ള പഴക്കം ചെന്ന ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു കലയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡിബേറ്റ് നടത്താൻ വേണ്ടി ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ അതിൻ്റെ ആഴത്തിൽ അത് പഠിച്ചിട്ടുള്ള വ്യക്തി ഒന്നുമല്ല. ചാക്യാർ കൂത്ത് പൊതുവിൽ നമ്മൾ നോക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് ഒരു തമാശ രൂപേണ പറയും. ആ തമാശ ആരെപ്പറ്റി പറഞ്ഞാലും അവർക്കത് ഒരു വിഷയമാവില്ല. അങ്ങനെയൊക്കെയാണല്ലോ ചാക്യാർ കൂത്തെന്നെല്ലാം പറയുന്നത്. ചാക്യാർ ഇത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നേ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെയും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കും. അതൊക്കെ ഒരു സന്തോഷമായിട്ടേ ആൾക്കാർ എടുക്കാറുള്ളൂ. അങ്ങനെ കണ്ടാൽ തന്നെ. വളരെയധികം നന്ദി മിനിസ്റ്റർ, വളരെ നന്ദി.